പ്ലസ് 1 അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെ. BRS ചോദ്യമില്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വരില്ല. സോ എങ്ങനെയാണ് BRS ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞത്. സോ നിങ്ങൾ ആദ്യം കാണേണ്ട കാര്യം എന്താണെന്നറിയോ, BRS പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണോ ആദ്യം തന്നിട്ടുള്ളത്, എന്താ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡിന് നേരെ ഓപ്പോസിറ്റാണ്. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ആകെ നമ്മൾ ഇപ്പം ചെയ്യുന്നതിൻ്റെ ജസ്റ്റ് ഒന്ന് മാറി ചെയ്താൽ മാത്രം മതി. പ്രത്യേകിച്ച് വേറെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ക്യാഷ് ബുക്ക് ചോദിക്കും, പാസ്ബുക്ക് ചോദിക്കും. അപ്പോൾ ക്യാഷ് ബുക്കിൻ്റെ ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഇനി പാസ്ബുക്ക് വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതെന്തായാലും നോക്കണം, കാരണം ക്വസ്റ്റ്യൻ മാറി വന്നാൽ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യാൻ നോക്കണ്ടേ. അപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചിലപ്പം ബാങ്കിൻ്റെ ബാലൻസ് അല്ലെത്തുന്നത്, ചിലപ്പോൾ ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരും. എന്താ മക്കളെ, ഓവർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. സോ അങ്ങനെ വരുമ്പോൾ ചെറിയ ചേഞ്ചസ് വരുത്തണം. ഞാൻ എന്ത് ചെയ്യാം, അത് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ പറയുക, ഫസ്റ്റ് നമ്മളിതാ BRSന്റെ ഫോർമാറ്റ് ചെയ്യാം. പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, വേണമെങ്കിൽ സീരിയൽ നമ്പർ എന്നുള്ള ഒറ്റ കോളും കൂടി ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യനിൽ തന്നത് എന്താ, ബാലൻസ് ആസ് പെർ, എന്താ മക്കളെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് 25,000. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നത് അല്ലെ, 25,000 രൂപ. അത് അതുപോലെ കോപ്പി ചെയ്യാം, 1 മാർക്കായി. ഇത് അല്ലെങ്കിൽ 1/2 മാർക്ക് കിട്ടും. ഇത് തന്നെ, അത് അതേപോലെ കോപ്പി ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ പാസ്ബുക്ക് ആണെങ്കിലോ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് തരാം. ഇനി നോക്ക്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. ചെക്ക് ഇഷ്യൂഡ് എന്ന് കണ്ടാൽ അത് ആഡ് ആണ്. ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്, അതെന്താ ലെസ് ആണ്. ബാങ്ക് ചാർജസ്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബാങ്ക് ചാർജ് ഡെബിറ്റഡ് അല്ലെങ്കിൽ ചാർജസ് എന്ന് കണ്ട ഉറപ്പാകുന്ന മക്കളെ അത് മൈനസ് ആണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ആഡ് ആണ്. ഇനിയുള്ള 2 കാര്യങ്ങൾ എന്താ, ഒന്ന് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ബൈ കസ്റ്റമർ. നമ്മുടെ ബാങ്കിലേക്ക് ഏതെങ്കിലും കസ്റ്റമർ എന്തെങ്കിലും പൈസ തന്നാൽ എന്ത് ചെയ്യും, അത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക് ടു ബാങ്ക് അല്ല കേട്ടോ, ബൈ ബാങ്ക്. അപ്പോൾ നമ്മുടെ ബാങ്ക് നമ്മുടെ ഒരു പേയ്മെൻറ്റ് ചെയ്താൽ അത് മൈനസ് ചെയ്യാം, അത് മൈനസ് ചെയ്യണം. ഇനി ഒന്നുകൂടി എന്താ മക്കളെ, ചെക്ക് അല്ലെങ്കിൽ ബിൽസ്, ഇത് ക്യാൻസൽ ആവുകയോ ഇത് ഡിസോണർ ആവും. എന്താ മക്കളെ, ഡിസ്ഹോണർ എന്ന് പറയും. ഡിസോർഡർ ക്യാൻസൽ ബൗൺസ് ആവും. അങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, അതും മൈനസ് ചെയ്യണം. 4 കാര്യം മൈനസ്: ചെക്ക് ഡെപ്പോസിറ്റ് നോട്ട് കളക്റ്റഡ്, ബാങ്ക് ചാർജസ്, ഡയറക്റ്റ് പേയ്മെൻറ്റ് ബൈ ബാങ്ക്, ചെക്ക് ഓർ ബിൽ ഡിസോർഡർ. ഇത് 4 മൈനസ് ചെയ്യണം. എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ക്രെഡിറ്റഡ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ ടു ബാങ്ക്. ഇത് 3 നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇവിടെ എന്താ, ഇവിടെ എന്തൊക്കെ ഫസ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആഡ്. ഈ 25,000 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്താ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ്. സോ ഫസ്റ്റ് വൺ എന്താ, ഫസ്റ്റ് വൺ അല്ല, രണ്ടാമത്തത് ചെക്ക് ഇഷ്യൂഡ് നോട്ട് പ്രസൻറ്റഡ്. എത്ര എമൗണ്ട്, 8,000. സോ ഇവിടെ എന്താ ചെയ്യുക, 8,000 എന്ന് ചെയ്താൽ. മൂന്നാമത്തെ കാര്യം എന്താ, ഇനി ആഡ് ചെയ്യാനുള്ള ഒന്നും കൂടിയല്ലേ ഉള്ളൂ. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 1,500. സോ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 1,500. ഈ 2 കാര്യങ്ങളല്ലേ ഉള്ളൂ. സോ 4 ജനറലി വരും, മാക്സിമം പോയ 5 വരും, നോക്കണ്ട. അപ്പം 34,500 ഇതാണ് ടോട്ടൽ. പക്ഷേ ഇനി എന്ത് ചെയ്യാണ്ട്, ലെസ് ചെയ്യാനല്ലേ. എന്താ, ഇത് ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ലെസ് എന്ന് കൊടുക്കുക, ലെസ്. അപ്പോൾ നാലാമത്തെ കാര്യം എന്താ, നാലാമത്തെ കാര്യം ചെക്ക് ഡെപ്പോസിറ്റ് നോട്ട് കളക്റ്റഡ് 5,000. സോ നമ്മൾ എന്ത് ചെയ്യാം, ചെക്ക് ഡെപ്പോസിറ്റഡ് നോട്ട് കളക്റ്റഡ് 5,000. ഇനി എന്താ, ബാങ്ക് ചാർജ് 200. സോ ബാങ്ക് ചാർജസ് 200. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും, 29,300 രൂപ. അപ്പോൾ ഇവിടെ നമ്മൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്നല്ല എഴുതിയത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. മറ്റൊരു ക്യാഷ് ബുക്ക് ആണെങ്കിൽ ഇവിടെ പാസ്ബുക്ക്. അപ്പം ഇത് ആഡ് ചെയ്തിട്ട് ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്ന് മൈനസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പാസ്ബുക്ക് വന്നാൽ എന്താ ചെയ്യാം, ഇവിടെ ക്യാഷ് ബുക്ക് എന്ന് മാറ്റിയിട്ട് പാസ്ബുക്ക് ആക്കുക, ഇവിടെ പാസ്ബുക്ക് മാറ്റിയിട്ട് ക്യാഷ് ബുക്ക് ആക്കുക. എന്നിട്ട് ഈ ലെസ് ഉള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിവിടെ ഈ ലെസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യണം. ഈ ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ലെസ് ചെയ്യുക. അഥവാ സെയിം ക്വസ്റ്റ്യൻ തന്നെ 25,000. ഇതാണ് പാസ്ബുക്കിൻ്റെ ബാലൻസ് 25,000 കേട്ടോ. ഇത് രണ്ടും എത്ര, 5,200 അല്ലേ, 5,200 ആഡ് ചെയ്യുക.
അപ്പോൾ എത്രയായി 30,200. സോ ഇത് ആഡ് ലെസ് അല്ലേ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും ലെസ് ചെയ്യുക. അപ്പോൾ എത്രയോ 9,500 എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 20,700. ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ചെയ്യാം. സിമ്പിൾ അല്ലേ? സോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. കണ്ടോ. ഇനി അപ്പോൾ സാറേ ബാലൻസിന് പകരം ഓവർ ഡ്രാഫ്റ്റ് വന്നാലോ? അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് വന്നാൽ ക്യാഷ് ബുക്കിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ ഈ മെത്തേഡാണ് ചെയ്യുക. പാസ്ബുക്കിൻ്റെ ഓവർ ഡ്രാഫ്റ്റ് വന്നാൽ നമ്മൾ ഈ ചെയ്ത ഈ മെത്തേഡ്, സാധാ ചെയ്യുന്ന മെത്തേഡ്. അപ്പം ഫസ്റ്റ് മെത്തേഡും ലാസ്റ്റ് മെത്തേഡും സെയിമാണ്. രണ്ടാമത്തെ മെത്തേഡും മൂന്നാമത്തെ മെത്തേഡും സെയിം ആണ്. ഈ രീതിയിൽ BRS ചെയ്യാം. ഇനി പുറമെ BRSൻ്റെ കോസ്റ്റ് ഓഫ് ഡിഫറൻസ് ചോദിക്കും. ഇതന്നെയല്ലേ BRSൻ്റെ കോസ്റ്റ് ഓഫ് ഡിഫറൻസ്. സോ ഇതിന്ന് എടുത്തിട്ട് 4 ഈ എമൗണ്ട് മാറ്റാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് ഓർ പ്രസൻറ്റഡ് ഈ 8,000 കട്ട് ചെയ്യാം. ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് നോട്ട് കളക്റ്റഡ് ഈ 5,000 കട്ട് ചെയ്യുക. ഈ എമൗണ്ട് മാറ്റിയാൽ ഈ ആൻസർ തന്നെയാണ് എവിടെ എഴുതേണ്ടത്, നമ്മുടെ കോസ്റ്റ് ഓഫ് ഡിഫറൻസിൽ എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ BRS സെറ്റ് ഫൈനൽ എക്സാമിന് ലൈവ് നാളെ രാവിലെ 7:30 കാറ്റലിസ്റ്റിൻ്റെ ചാനലുണ്ട്. ഫ്രണ്ട്സിനൊക്കെ കൂട്ടി എന്ത് ചെയ്യാൻ വരിക, നമുക്ക് സെറ്റാക്കാം. ഓൾ ദ ബെസ്റ്റ്.